ലശംസു യൻബഈ ലഹാ അൻ തുദ്രിക്കൽ ഖമറ വലൽ ലൈലു സാബിഖുൻ നഹാർ വകുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ. സൂര്യന് ചന്ദ്രനെ പ്രാപിക്കാൻ ഒക്കുകയില്ല, രാവ് പകലിനെ മറികടക്കുന്നതുമില്ല. ഓരോന്നും ഓരോ നിശ്ചിത ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. സൂര്യന്റെയും ചന്ദ്രന്റെയും രാത്രിയുടെയും പകലിന്റെയും ദൃഷ്ടാന്തങ്ങൾ നിശ്ചയിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അള്ളാഹു അവയ്ക്ക് നിശ്ചയിച്ചതെന്തോ അത് അവയൊന്നും വിട്ടുകിടക്കുകയില്ല. സൂര്യന് ചന്ദ്രനോട് ചേരാനോ അങ്ങനെ അതിന്റെ സഞ്ചാരപാതയ്ക്ക് മാറ്റം വരുത്താനോ അതിന്റെ വെളിച്ചം കെടുത്തിക്കളയാനോ കഴിയില്ല. രാത്രിക്ക് പകലിനെ മുൻകടക്കാനോ പകലിന്റെ സമയം അവസാനിക്കുന്നതിന് മുൻപ് രാത്രിക്ക് അതിൽ പ്രവേശിക്കാനോ സാധിക്കുകയില്ല. അള്ളാഹുവിന് കീഴൊതുക്കപ്പെട്ട ഈ സൃഷ്ടികൾക്കും ഇതല്ലാത്ത നക്ഷത്രങ്ങൾക്കും സഞ്ചരിക്കുന്ന വസ്തുക്കൾക്കുമെല്ലാം അള്ളാഹുവിന്റെ തീരുമാനവും സംരക്ഷണവും പ്രകാരമുള്ള അതിൻ്റെതായ സഞ്ചാരപഥങ്ങളുണ്ട്. ഇതുപോലെ തന്നെയാണ് പ്രവാചകനും ഉമ്മത്തും. ഓരോരുത്തർക്കും അവരവരുടേതായ പങ്കുണ്ട്. നാം പ്രവാചകന്റെ വെളിച്ചം ഏറ്റെടുക്കാതെ പോകുകയാണെങ്കിൽ ഭൂമിയിൽ പല പ്രശ്നങ്ങളും ഉടലെടുക്കാൻ അത് കാരണമായേക്കും. അതോടെ സമാധാനം ഇല്ലാതാവുകയും ചെയ്യും. വആയത്തുൻ ലഹും അന്നാ ഹമൽനാ ദുർരിയതും ഫിൽ ഫുൽകിൽ മശ്ഹൂൻ. അവരുടെ സന്തതികളെ ഭാരം നിറച്ച കപ്പലിൽ നാം കയറ്റിക്കൊണ്ടുപോയതും അവർക്കൊരു ദൃഷ്ടാന്തമാകുന്നു. അള്ളാഹുവിന്റെ ഏകത്വവും അടിമകൾക്ക് മേൽ അവൻ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളും അവർക്ക് ബോധ്യപ്പെടുത്തുന്ന അടയാളങ്ങളിൽ പെട്ടത് തന്നെയാണ് നൂഹ് നബി അലൈഹിസ്സലാമയുടെ കാലത്ത് പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആദം സന്തതികളെ കപ്പലിൽ വഹിച്ചു വന്നത്. അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യമത്രേ അത്. വഖലഖനാ ലഹും മിൻ മിസ്ലിഹി മാ യർകബൂൻ. ഇവർക്കായി ഇതുപോലുള്ള വേറെയും വാഹനങ്ങൾ നാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ആയത്ത് നൂഹ് നബിയുടെ കപ്പലിനെ കുറിച്ചല്ല പറയുന്നത്, നേരെ മറിച്ച് ഒട്ടകങ്ങളെക്കുറിച്ചും മറ്റു വാഹനങ്ങളെക്കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. നാം ഉദ്ദേശിക്കുന്ന പക്ഷം നാം അവരെ മുക്കിക്കളയുന്നതാണ്. അപ്പോൾ അവർക്കൊരു സഹായം ഉണ്ടായിരിക്കുന്നതല്ല, അവർ രക്ഷിക്കപ്പെടുന്നതുമല്ല. നമ്മുടെ ജീവിതവും ഇതുപോലെ കപ്പലും സമുദ്രവുമായുള്ള ബന്ധം പോലെ തന്നെയാണ്. സമുദ്രത്തെ പോലെ തന്നെ ഈ ലോകവും വിശാലമാണ്. എന്നാൽ സമുദ്രത്തിലെ തിരമാലകളെ പോലെ നമുക്ക് ചുറ്റും പരീക്ഷണങ്ങളുമുണ്ട്. ഒരുപക്ഷെ അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ഒരു കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് നശിപ്പിക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെയൊന്നും സംഭവിക്കാത്തത് നമ്മുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. ഇവർ നിശ്ചിത പരിധി വരെ ജീവിത സുഖം അനുഭവിക്കാനും ഇഹലോകത്തിലെ ജീവിത സുഖം താൽക്കാലികം മാത്രമാണ്. പരലോകമാണ് ഏറ്റവും ഉത്തമവും ഏറെ ശ്വാസതവും. അതുകൊണ്ട് നാളേക്കുള്ള ജീവിതത്തിനായി ഓരോ വ്യക്തിയും എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് ഓർത്തുകൊള്ളട്ടെ.